അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് ബിരുദമുണ്ടായിരുന്നത് തിയോളജിയിലായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല. പക്ഷേ പിന്നീട് ശാസ്ത്രജ്ഞന്മാർക്ക് പണി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ ഡാർവിൻ വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ആദമാണ് ആദ്യത്തെ മനുഷ്യനെങ്കിൽ ആദത്തിന് പൊക്കിൾ നേവൽ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാര്യം പൊക്കിൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉംബ്ലിക്കൽ കോഡ് വഴി കണക്ഷൻ കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ പാടാണ് പൊക്കിൾ. ആദം ആദ്യത്തെ മനുഷ്യനാണെങ്കിൽ പുള്ളിക്ക് പൊക്കിൾ ഉണ്ടാകുമോ? ഇനി പുള്ളിക്ക് പൊക്കിൾ ഇല്ലെങ്കിൽ പുള്ളിയുടെ മക്കൾക്ക് പൊക്കിൾ ഉണ്ടാകുമോ? ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ഒറ്റ ചോദ്യം മതി ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഡാർവിൻ വളരെ സൗമ്യനായിരുന്നു. He was a gentleman, but still he asked that question in Origin of Species in an indirect way, not a direct way. Then coercive atheism. ലോകനാസ്തിക ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന നാസ്തികത അത് വളരെ പൊള്ളയായ നാസ്തികതയായിരുന്നു. പലപ്പോഴും കമ്മ്യൂണിസം വിട്ടുകഴിഞ്ഞ രാജ്യങ്ങളിലേക്ക് മതം തിരമാലകൾ പോലെ അടിച്ചു കയറുകയായിരുന്നു. ഉദാഹരണമായിട്ട് റുമാനിയ, പോളണ്ട് പോലെയുള്ള രാജ്യങ്ങൾ, കത്തോലിക്ക രാജ്യങ്ങൾ, അവിടെയൊക്കെ ഇപ്പോൾ നിരീശ്വരവാദമൊക്കെ 5% താഴെയാണ്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോളിസി എത്തീസമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ എത്തീസ്റ്റാണെന്ന്. പക്ഷെ ഉള്ളു മാറിയിട്ടില്ല. പുറത്ത് വിറക് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ പച്ച വിറകാണ്, കത്തില്ലത്. ജനങ്ങളിൽ ശാശ്വതമായൊരു മാറ്റം ഉണ്ടായില്ല. മറിച്ച് പുറത്തെല്ലാവരും പറഞ്ഞു ഞങ്ങൾ എത്തീസ്റ്റാണെന്ന്. ഇത് തന്നെയാണ് ചൈനയിൽ ഇപ്പോൾ ഉള്ളത്. ചൈനയൊക്കെ അന്ധവിശ്വാസ ജടിലമായ രാജ്യമാണ്. പലരും കരുതുന്നുണ്ടാവും അവിടെ 60%, 70% എത്തീസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ 100 കോടി എത്തീസ്റ്റുകളായി. ചുമ്മാ പറയാണ്. വളരെ പരമ്പരാഗതമായ രാജ്യമാണ്. പക്ഷേ അവിടെ പാർട്ടി അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത് എത്തീസമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് യു ഹാവ് ടു ടേക്ക് ഇറ്റ്, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ കൾച്ചറലായിട്ട് ഒരു റവല്യൂഷൻ നടന്ന രാജ്യമാണ് ചൈന. പക്ഷെ അവിടെ അങ്ങനെ കൾച്ചറലായിട്ട് ശരിക്കും ജനങ്ങൾ മാറിയിട്ടുണ്ടോ? ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ എത്തീസ്റ്റുകളുള്ള ചൈനയിൽ തന്നെ ആയിരിക്കാം, സംശയമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന 60-70% കണക്കിലൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല സംശയമുണ്ട്. ഇതിനെയാണ് നമ്മൾ കോസീവ് എത്തീസം എന്ന് പറയുന്നത്. എൻവർ ഹോജ അൽബേനിയയെ 1967 ലോകത്തെ ആദ്യത്തെ എത്തീസ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. എൻവർ ഹോജ ഇന്നും അൽബേനിയയിൽ അത് മാറ്റിക്കളഞ്ഞു. പക്ഷെ ഇന്നും അൽബേനിയ ശരിക്കും ഒരു മതനിരാസ പ്രവണതയുള്ള രാജ്യം തന്നെയാണ്. അവിടെ ആകെപ്പാടെ ഒരു അവധിയേ ഉള്ളൂ. ഒരു ചന്ദ്രോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു അവധി മാത്രമേ ഇപ്പോഴും അൽബേനിയയിൽ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ കോസീവ് എത്തീസം, നിർബന്ധിത നിരീശ്വരവാദം. അത് വാഴില്ല കേട്ടോ. അത് കുറെ കഴിയുമ്പോൾ വേറെ ഒന്ന് വരുമ്പോൾ ആളുകളെല്ലാം നേരെ പള്ളിയിലോട്ട് ഓടും. നമുക്ക് വേണ്ടത് നൈസർഗികമായ എത്തീസമാണ്. അതാണ് ഓർഗാനിക് എത്തീസം എന്ന് പറയുന്നത്. അതെന്താണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുക. ചെഗുവേര മതത്തെക്കുറിച്ച് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഒന്നാന്തരം പക്ക എത്തീസ്റ്റായിരുന്നു ചെഗുവേര പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിവിടെ കോട്ട് ചെയ്യാം. If he, that is Jesus Christ, broke my way like Nietzsche did, I won't hesitate to crush him underfoot like a worm. അയാൾ എൻ്റെ വഴി മുടക്കുകയാണെങ്കിൽ, അയാൾ എന്ന് പറഞ്ഞാൽ ജീസസ്, യേശു എൻ്റെ വഴി മുടക്കുകയാണെങ്കിൽ നീഷ ചെയ്തതുപോലെ എൻ്റെ ബൂട്ടിനടിയിലിട്ട് അയാളെ ചവിട്ടി അരയ്ക്കാൻ ഞാൻ മടിക്കില്ല എന്നാണ് ചെഗുവേര പറഞ്ഞത്. നീഷയല്ലേ ലോകത്ത് ആദ്യമായി ദൈവം മരിച്ചു എന്ന് വളരെ അഡവൻ്റായിട്ട് പറഞ്ഞ വ്യക്തി. ഇനി ഇന്ത്യയിൽ തന്നെ പെരിയാറിന്റെ സംഭാവനകൾ വിശദീകരിക്കാനാണ് ഒരുപാടുണ്ട്, ഞാൻ കളയുകയാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു രസം, RSSകാർ വലിയ വന്ധ്യ പുരോഹിതനായിട്ട് കരുതുന്ന, അവരെ താത്വിക ആചാര്യനായിട്ട് കരുതുന്ന സവാർക്കർ ഒരു ഒന്നാന്തര എത്തീസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ യുക്തിവാദം പ്രചരിപ്പിക്കാനായിട്ട് GP റാലികൾ വരെ നടത്തിയിട്ടുണ്ട്. പിന്നെന്തായി, പലപ്പോഴും നമുക്കറിയാൻ കഴിയും സവാർക്കറുടെ ഹൈന്ദവത എന്ന് പറയുന്നത് ഒരു ദേശീയതയാണ്. rather than it's a religious thing, it's a national thing. ഒരു ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഹിന്ദുത്വമായിരുന്നു സവാർക്കർ പ്രചരിപ്പിക്കുന്നത്. കാര്യം പുള്ളി വിശ്വാസി അല്ലായിരുന്നു. ഇപ്പോഴും ഈ BJPയിലൊക്കെ ചില അണ്ണന്മാർ, പ്രമോദ് മഹാജൻ ഒരു നേതാവുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സംഗതി ഫലത്തിൽ വരുമ്പോൾ വലിയ നാശമാണ്. പക്ഷെ അതിനകത്ത് ചില അണ്ണന്മാർ വിശ്വാസികളല്ല എന്നാണ്. അംബേദ്കർ, കൂടുതൽ പറയേണ്ടതില്ല, സമയമില്ല. അമേരിക്ക ഈ കാണുന്ന മെഡ്ലിൻ മുറേ ഓഹയർ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ എത്തീസ്റ്റുകളുടെ പ്രസിഡന്റായിരുന്നു. അമേരിക്കയിൽ അന്ന് 75 ഒരു ഗാലപ്പ് പോൾ നടത്തിയപ്പോൾ ദ മോസ്റ്റ് ഹേറ്റഡ് വുമൺ ഇൻ അമേരിക്ക ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇവർ. എന്താണ്
അമേരിക്കയിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീയായി അവരൊന്നും ചെയ്തില്ല, അവർ ക്രിമിനലൊന്നും അല്ല, അവർ എത്തീസം പറഞ്ഞു എന്നുള്ളതാണ്. അതായിരുന്നു അമേരിക്കയ്ക്ക് എത്തീസ്റ്റുകളോടുള്ള സമീപനം. ഭഗത് സിംഗിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് വായിച്ചിട്ടില്ലാത്തവർ ഇതിനകത്ത് അധികം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇനി എം.എൻ. റോയ്, ഇന്ത്യയിലെയും മെക്സിക്കോയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി ജവഹർലാൽ നെഹ്റു ഈ എന്താ പറയുക, ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തെ പൂർണ്ണകൊമ്പുവുമായിട്ടാണ് എതിരേറ്റത്. ഇത് വേണ്ടാന്ന് പറഞ്ഞ വ്യക്തിയാണ്. നെഹ്റുവിനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി ഒന്നും ഇന്ത്യ അറിയിക്കുന്നില്ല എന്നുള്ള സത്യം. ഗാന്ധിജി ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞത് അയിത്തത്തിനെതിരെ ദൈവകോപം ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഭൂകമ്പത്തെ അയിത്തത്തിനെതിരെ നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും ഒരു അന്ധവിശ്വാസപരമായ പ്രസ്താവനയിലൂടെയാണ് രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ നേതാവ് അതിനെ വിശദീകരിച്ചത്. പിന്നെ ആ ജനത പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഓരോ സുനാമിയും ഓരോ ഭൂകമ്പങ്ങളും ഒക്കെ ഇങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നെഹ്റു അങ്ങനെ അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അത് അവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യയും മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് എടുത്തെന്ന് നോക്കിയാൽ മതി. കണ്ടന്റിന്റെ വ്യത്യാസം, ഗ്രാവിറ്റിയുടെ വ്യത്യാസം, ക്വാളിറ്റിയുടെ വ്യത്യാസം, സ്കോളർഷിപ്പിന്റെ വ്യത്യാസം കാണാൻ കഴിയും. ഇനിയാണ് നമ്മുടെ പാർട്ടിലേക്ക് വരുന്നത്. നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഇത് കവർ ചെയ്തു. ജസ്റ്റ് എന്താണ് പുതിയ നാസ്തികത? പുതിയ നാസ്തികതയും പഴയ നാസ്തികതയും എന്ന് പറയുന്ന രണ്ട് നാസ്തികത ഇല്ല. പക്ഷേ നാസ്തികത കാലാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകമെമ്പാടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഞാനിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും പാശ്ചാത്യ ലോകത്തെ കാര്യങ്ങൾ പറയുന്നു എന്നിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, പലപ്പോഴും ഇപ്പോൾ മാർക്സിസം പോലെയുള്ള ഒരു തിയറി, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. പക്ഷെ അത് ലോകത്താകമാനം ഉള്ള ജനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. പലപ്പോഴും അമേരിക്കയിലും യൂറോപ്പിലും നടക്കുന്ന സംഭവങ്ങൾക്ക് ലോകമെമ്പാടും പ്രതിധ്വനികൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് നിരീശ്വരവാദത്തിന്റെ ലോകത്ത് വലിയ മാറ്റമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇനഫ് ഈസ് ഇനഫ് എന്നുള്ള തിയറിയാണ്. അതായത് ഇത്രയും മതി, ഇത്രയും നാൾ സഹിച്ചു, ചുരുണ്ടു, ചൂളി, ഒളിച്ചിരുന്നു. ഞാൻ ഒരാളോട് ചോദിക്കുകയാണ് നിരീശ്വരവാദിയാണെന്ന് ചോദിക്കും, പറയും നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ ഞാനൊരു അങ്ങനെയൊന്നുമില്ല, ഞാനൊരു മതേതരവാദിയാണ്, ഞാനൊരു സ്കെപ്റ്റിക്കാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു അതാണ്, ഞാനൊരു ഇതാണ്, ഞാനൊരു മറ്റേതാണ്, ഞാനൊരു മറിച്ചതാണ്. നീ നിരീശ്വരവാദിയാണോ? അല്ല, നിരീശ്വരവാദി എന്നും പറയാം. ഇത്ര രീതിയിൽ മനുഷ്യനങ്ങ് ചുരുണ്ടു പോകുന്ന ഒരു ചോദ്യമാണോ ഇത്? എന്തുകൊണ്ട് പറഞ്ഞോളൂ ഒരു നിരീശ്വരവാദിയാണെന്ന്? ഒരു സമൂഹത്തിൽ, പലപ്പോഴും മതാധിഷ്ഠിത സമൂഹങ്ങളിൽ ഒന്നാന്തര അവിശ്വാസികൾ പോലും തങ്ങളുടെ അവിശ്വാസം തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാലം എന്തുകൊണ്ടോ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 20 വർഷമായി പാശ്ചാത്യ ലോകത്ത് ഈ ടെൻഡൻസി മാറുകയാണ്. ആം ആൻ എത്തീസ്റ്റ്, പ്രൗഡ് ടു ബി ആൻ എത്തീസ്റ്റ്, അതാണ് തിയറി. ഒരു നിരീശ്വരവാദി ആകുന്നതിൽ അഭിമാനിക്കുക. എന്തിനു അപമാനിക്കണം? നിങ്ങൾ പറയുന്ന കെട്ടുകഥകൾ വിഴുങ്ങാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. സോ ഐ സേ ദാറ്റ് ഐ ഡോണ്ട് അഗ്രി, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, സോ ഐ കനോട്ട് ടോളറേറ്റ്. അതാണ് ഇനഫ് ഈസ് ഇനഫ്, ഇത്രയും മതി. ഇനി ഐ ആം ഗോയിങ് ടു സ്റ്റാൻഡ് ഔട്ട് ആൻഡ് സേ തിങ്സ്. ഞാൻ ഇനി മാറി എന്ന് പറയാൻ പോവാണ്. എനിക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല, എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. ടേക്കിംഗ് ഓൺ റിലീജിയൻ, മതത്തെ നേരിടുക. ഇപ്പൊ നമ്മൾ അറേബ്യൻ കഥ എന്ന് പറയുന്ന അറബിക് കഥ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഒരു മുദ്രാവാക്യം വിളിയിലൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ ചെന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് ടോയ്ലറ്റിൽ ചെന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ടോയ്ലറ്റിലെ വിളിയുണ്ട്, പുറത്ത് വിളിയില്ല. എത്തീസ്റ്റുകളെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുണ്ട്. ഒന്ന് ടോയ്ലറ്റ് എത്തീസ്റ്റുകളും, രണ്ടെന്ന് പറയുന്നത് ഡേ ലൈറ്റ് എത്തീസ്റ്റുകളും. ടോയ്ലറ്റ് എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളിപ്പരെ കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാട്ടും പാടുമെന്ന് പറയുന്നോളം നമ്മൾ ഭയങ്കര എത്തീസ്റ്റുകളാണ്, ഭയങ്കര ഇംഗസോളിന്റെ വാചകങ്ങളൊക്കെ കുളിപ്പര എന്ന് പറയും. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിവ് കൊടുക്കാനുള്ളവർ പിരിവ് കൊടുക്കും, ജാതി പറയുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടത്തില്ല, നമ്മൾ ഒന്നിനെ എതിർക്കുന്നില്ല. നമ്മൾ അവിശ്വാസിയാണ്. പക്ഷെ നമ്മളുടെ അവിശ്വാസം എന്ന് പറയുന്നത് കുളിമുറി അവിശ്വാസം, ബാത്റൂം എത്തീസം. എത്തീസ്റ്റുകളിൽ 85% പേരും അല്ലെങ്കിൽ 90% പേരും ഈ കുളിമുറി എത്തീസ്റ്റുകളാണ്. അതാണ് എത്തീസ്റ്റുകൾ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് തോന്നാൻ പ്രധാന കാരണം. മറിച്ച് അങ്ങനെയല്ല. ഇപ്പൊ ഞാനപ്പോൾ നാസ്തികനായ ദൈവം എന്നൊരു പുസ്തകം എഴുതിയതിനു ശേഷം എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസിന് ഞാൻ വിചാരിച്ചു ആ പുസ്തകം ആരും വായിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. അതിൽ 10-500 പേരുണ്ട്, 10-250 രൂപ വിലയുണ്ട്. പുസ്തകം തന്നെ ആരും വായിക്കാത്തൊരു കാലഘട്ടം. പക്ഷെ അത് അങ്ങനെ അല്ല സ്വീകരിക്കപ്പെടും. അത് 2 എഡിഷൻ കഴിഞ്ഞ് 3ാമത്തെ എഡിഷനിലേക്ക് പോകുന്നു.
ആ പുസ്തകം ആരാണിത് വായിച്ചത്? യുക്തിവാദികളാണിത് വായിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. എത്ര യുക്തിവാദികൾ വായിച്ചു കാണും? കുറച്ച് പേര് വായിച്ചിട്ടുണ്ടാവും, ഞാൻ വായിച്ചിട്ടില്ലെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ മതം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ വികാരങ്ങൾ ഇങ്ങനെ ഇത്തരം പുസ്തകങ്ങളില്ല കരഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുക, DVD കാണുക, ഇങ്ങനെ അവരിങ്ങനെ കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുക. അതാണ് ടേക്കിംഗ് ഓൺ റിലീജിയൻ, അതായത് മതത്തെ നേരിടുക എന്നുള്ളതാണ് പുതിയ നവനാസ്തികതയുടെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. ഇനി മാറി നടക്കുന്നില്ല, ഒളിഞ്ഞു നടക്കുന്നില്ല, മതത്തെ നേരിടുക. ലെസർ സ്ട്രെസ് ഓൺ മെറ്റാഫിസിക്കൽ. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ 5 വർഷം വേണമെങ്കിലും തർക്കിക്കാം. ദൈവം ഇല്ല എന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. എന്ത് വെച്ചാൽ തെളിയിക്കുന്നത്? ഒരാളുടെ മനോജന്യ സങ്കല്പമാണ്, അത് ഇല്ല എന്ന് എങ്ങനെ തെളിയിക്കുന്നത്? എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ദൈവം മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു കണമാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത്. ഷാജി ഇല്ലെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റുമോ? എങ്ങനെയാ തെളിയിക്കുക? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സങ്കല്പമാണ്, ഷാജി എന്ന് പറയുന്ന കണം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ ഷിബു എന്ന് പറയുന്ന ഒരു കണം. ഈ ഷിബു ഇല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവും അത്തരം കുസ്തികളൊക്കെ മാറിയിട്ട് ഈ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ സമൂഹ യാഥാർത്ഥ്യമായിട്ട് വരുന്നത് മതമാണ്. മതത്തെ നേരിടുക, മതത്തിന് പ്രതിരോധം കൊടുക്കുക എന്നുള്ള ഒരു തിയറി. നിങ്ങൾക്കറിയാം, ഒരു യുക്തിവാദി ഇല്ലാത്ത സമൂഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു തമോഗർത്തമാണ്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു സമൂഹം, എന്തും നടക്കുന്ന ഒരു സമൂഹം. നമ്മുടെ കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യം യുക്തിവാദികൾക്ക് വരുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് എവിടെ അവര്, അതായത് ഞാൻ ചോദിക്കേണ്ട കാര്യം ചോദിക്കാൻ അവരെവിടെയെന്നാണ് ചോദിക്കുന്നത്. ആർക്കും അവരോടൊരു വിരോധമില്ല ഉള്ളിൽ, എല്ലാവർക്കും അവരോട് താല്പര്യം തന്നെ ഉള്ളത്. പക്ഷെ അവരെവിടെയെന്നുള്ളൊരു ചോദ്യം, ഇങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ടുള്ള, അതായത് ആ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറഞ്ഞ ആദ്യത്തെ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ പിന്തലമുറക്കാരാണ് ഇന്നത്തെ ഓരോ നാസ്തികരും. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവരെവിടെയെന്നുള്ളത്. അപ്പോൾ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് കൊടുത്തുകൊണ്ട് മതം എന്നുള്ള യാഥാർത്ഥ്യത്തെ നേരിടുക എന്നുള്ള രീതിയിലേക്ക് നാസ്തികത പാശ്ചാത്യ ലോകത്തേക്ക് മാറി വരുന്നുണ്ട്. ഇനിയാണ് ഔട്ട് ക്യാമ്പയിൻ. രണ്ടാമത് ഔട്ട് ക്യാമ്പയിൻ വെച്ചാൽ പുറത്തു വരിക, സ്റ്റാൻഡ് ഔട്ട്, സ്പീക്ക് ഔട്ട്, ഉള്ളത് പറയുക. അങ്ങനെയാണ് അവർ സ്വന്തം വസ്ത്രങ്ങളിലൊക്കെ എത്തീസം, അതുപോലെ തന്നെ ബസ്സിൽ പരസ്യം എത്തീസത്തിന്റെ ടീഷർട്ടുകൾ ഓപ്പണായിട്ട് ബസ്സിനകത്തും സ്വന്തം കാറിനകത്ത് എത്തീസം എഴുതി വെക്കുക. ഇതൊക്കെ വളരെ പരിഹാസമായിട്ട് പലർക്കും തോന്നും. ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ പടർത്തുന്നത്? ഇത്രയും നാൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരുന്നിട്ട് എന്ത് നേടി? പല എത്തിച്ചു നമ്മളിങ്ങനെ മതം കണക്ക് പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് എന്തുണ്ടായി? പടവലങ്ങ കണക്ക് ഇങ്ങനെ പോകുന്നു. ആളില്ലാഞ്ഞിട്ടല്ല, ഏതിനോ നമ്മുടെ ഹെമിംഗ്വേ തന്നെ പറയുന്നുണ്ട്, ഹെമിംഗ്വേയുടെ ഒരു നോവൽ പറയുന്നുണ്ട്, ഓൾ തിങ്കിങ് മെൻ ആർ എത്തീസ്റ്റ്. ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും നിരീശ്വരവാദിയായിട്ട് തീർന്നേ പറ്റുള്ളൂ. പിന്നെ അവൻ പിൻവലിയും, കാര്യം വെച്ചാൽ ഇത് ഗുണമല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഇതിനകത്തൊരു നേട്ടമില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അവൻ മാറിവെക്കും. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു ഈ മതത്തിൽ നിൽക്കുന്നവരിൽ തന്നെ അവർ അവിശ്വാസത്തിന്റെ ഒരു വലിയ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ബസ് ക്യാമ്പയിൻസ് ഇംഗ്ലണ്ടിലും അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ബെൽജിയം, ഹോളണ്ട് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലെ ബസ്സുകളിലെ എത്തീസ്റ്റ് പരസ്യങ്ങൾ നമ്മളതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ ഈ അടുത്തിടെ നടന്ന 2001 ഫ്രീഡം ഫ്രം റിലീജിയൻ ഫൗണ്ടേഷൻ, അവരേതാണ്ട് 2000-ഓളം പേര് വരുന്ന ഒരു വലിയ മാർച്ച്, ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്, കാര്യം സമയമില്ലാത്തതുകൊണ്ട്, അമേരിക്കയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതൊരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അമേരിക്ക സോവിയറ്റ് യൂണിയനുമായി ശീതയുദ്ധം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കക്കാർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, സോവിയറ്റ് യൂണിയൻ നിരീശ്വരവാദികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, അത് പിശാചിന്റെ സാമ്രാജ്യമാണ് എന്ന് അവർ പറഞ്ഞു വെച്ചു. ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെയാണ് ശീതയുദ്ധ കാലഘട്ടത്തിൽ മതം വല്ലാതെ ശക്തിപ്പെട്ടു. അമേരിക്കയിൽ സ്വന്തം കറൻസിയിൽ വരെ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അവർ എഴുതി വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഇന്നും മാറ്റാൻ പറ്റില്ല. അമേരിക്കയിലെ ഒരു അവിശ്വാസി പോലും പരസ്പരം കൈമാറുന്ന ഡോളറിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുണ്ട്. അത്രയ്ക്ക് മതപരമായി ഏകീകരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് അമേരിക്കൻ സമൂഹം മാറി. കാരണം എന്താണ്? സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റുകാർ, നിരീശ്വരവാദികൾ, അവർക്കെതിരെ നമ്മുടെ ദൈവത്തിന്റെ ആൾക്കാർ. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് ബുഷ് സീനിയർ ഒരിക്കൽ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എത്തീസ്റ്റ് ആർ ദ സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി. ഈ രാജ്യത്തെ പൗരന്മാരാകാനുള്ള അർഹത പോലും നിരീശ്വരവാദികൾ കൊണ്ടുവന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ജോർജ് ബുഷിന്റെ അച്ഛൻ ബുഷ് പറഞ്ഞത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈവൻ ദേ ആർ പേട്രിയോട്സ്. ദിസ് ഈസ് വൺ കൺട്രി അണ്ടർ ഗോഡ് എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ഏത് സർവേ എടുത്ത് നോക്കിയാലും 15 മുതൽ 20% വരെ അവിശ്വാസികളും മതരഹിതരും അവിടെ ഉണ്ട് എന്നാണ് ഗാലപ്പ് സർവേകൾ പറയുന്നത്. 15 മുതൽ 20% വരെ എന്ന് പറയുമ്പോൾ
32 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഏതാണ്ട് 5-6 കോടി ജനങ്ങൾ അവിശ്വാസികളും മതരഹിതരുമാണ്. ഈ ജനങ്ങളാണ് അവിടുത്തെ പൗരന്മാർ പോലും അല്ല എന്ന് പറയാനായിട്ട് അവിടുത്തെ പ്രസിഡന്റ് തയ്യാറായെന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ കഷ്ടിച്ച് 1000 പേര് വരുന്ന ഒരു മതവിഭാഗത്തിന് വേണ്ടി 4.5 ലക്ഷം പേര് എഴുതുന്ന SSLC പരീക്ഷ മാറ്റിവെച്ചു. ഈ 5 കോടി വരുന്ന ജനങ്ങൾ ആ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പ്രസിഡന്റ് പറയുമ്പോൾ 500 പേര് വരുന്ന ഒരു മതവിഭാഗത്തിനെതിരെ ഇതേ വാക്കുകൾ പറയാൻ അദ്ദേഹം മടിക്കും. എന്തുകൊണ്ട്? എത്തീസ്റ്റുകള് തെരുവ് കത്തിക്കുകയോ കഴുത്തിറക്കുകയോ കൈവെട്ടുകയോ ഒന്നും ചെയ്യില്ല. അവർ വെറുതെ ഒരു പ്രതിഷേധ യോഗമോ അല്ലെങ്കിൽ ഒരു മാർച്ചോ നടത്തും. അവരത്രേ ഉള്ളൂ. ഇത് ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനവിഭാഗത്തിനെതിരെ വളരെ നീചമായൊരു പ്രസ്താവന അവരുടെ കൂടെ പ്രസിഡന്റായിട്ടുള്ള ബുഷ് നടത്തി. അത്ര വലിയൊരു മതപരമായിട്ടുള്ള തീവ്രതയുള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷെ കഴിഞ്ഞ 15 വർഷമായിട്ട് അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾ. സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സിന് ശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം തുടിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഏറ്റവും സക്രിയവും സജീവമായിട്ടുള്ള നിരീശ്വരവാദം നടക്കുന്ന അമേരിക്കയിലാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം. എന്താണ് അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യത്തിന് ലോകമെമ്പാടും പ്രതിധ്വനി ഉണ്ടാകുന്നുണ്ട്. അമേരിക്ക നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. അത് പലർക്കും പല നിലപാടുകളായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷേ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് ലോകമെമ്പാടും പ്രതിധ്വനികൾ ഉണ്ടാകുന്നു. സോമാലിയയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം പോലെ അല്ല. അതുകൊണ്ട് തന്നെ റാഷണൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ നടക്കുന്ന ചലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് എന്നാ നിങ്ങൾ ഇന്ത്യയുടെ കാര്യം പറയാത്ത എന്താ വിയറ്റ്നാമിന്റെ കാര്യം പറയാം എന്നും ചോദിക്കല്ലേ. സമയപരിധിയുണ്ട്. അമേരിക്കയിലേക്ക് അമേരിക്ക അത്ര പോപ്പുലർ അല്ലെന്ന് എനിക്കറിയാം ഇവിടെ. ദെൻ ഗ്രോത്ത് ഓഫ് ഓർഗാനിക് എത്തീസം. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഒരു കാര്യമാണ് കോസീവ് എത്തീസം. നിർബന്ധിത എത്തീസം അല്ല, ഓർഗാനിക് എത്തീസമാണ്. സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന 60 മുതൽ 85% ജനങ്ങൾ വരെ മതരഹിതരാണ്. പള്ളിയിൽ പോക്ക് 5% താഴെയാണ്. അവിടെ യുക്തിവാദി സംഘങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും അത്ര സ്ട്രോങ്ങേ അല്ല. പക്ഷെ അവിടെ എല്ലാവരും എത്തീസ്റ്റാണ്. അല്ല, അവര് മതം എന്ന് പറയുന്നത് അവർക്ക് ഈ സാധനം വേണ്ട. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള കൺട്രീസാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. UN ഇൻഡെക്സിൽ എപ്പോഴും അവർ 1ാം സ്ഥാനത്താണ്. ഏറ്റവും കുറച്ച് ജയിലുകളുള്ള, ഏറ്റവും കുറച്ച് ജയിൽ പുള്ളികളുള്ള, ഏറ്റവും കുറച്ച് മാനഭംഗമുള്ള, ഏറ്റവും നല്ല റോഡുകൾ, ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനങ്ങൾ, ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് എക്കാലത്തും കഴിഞ്ഞ 20 വർഷമായി ആദ്യത്തെ 15 സ്ഥാനങ്ങളിൽ വരുന്ന ഈ രാജ്യങ്ങളിൽ മതം മരിച്ചു. അവർക്ക് മതം. ഇപ്പൊ നോർവേയിൽ തന്നെ ഇപ്പോൾ ഒരു സ്ഫോടനം ഉണ്ടായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടുത്തെ ഓസ്ലോ എന്ന് പറയുന്ന നഗരത്തിലെ 3-4 ബീറ്റ് പോലീസുകാരാണുള്ളത്. ഡൽഹിയിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എവറി ടൈം യു മീറ്റ് എ പോലീസ്മാൻ, നമ്മൾ ഹിറ്റ് അഗേൻസ്റ്റ് എ പോലീസ്മാൻ, നമ്മൾ ഇടിച്ചു വീഴുകയാണ് പോലീസുകാരെ. നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പോലും നടക്കാൻ വയ്യ. നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ 4 ബീറ്റ് പോലീസുകാരാണ് ഉണ്ടായത്. എവിടെ വേണേലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓഫീസുകളിലും വിദ്യാലയങ്ങളിലൊക്കെ നടന്നു കയറാം. അവിടെ അത്ര ശാന്തത അനുഭവിക്കുന്ന, വളരെ സൗമ്യമായി ഒഴുകുന്ന ആ ശീത രാജ്യങ്ങളിൽ മതമില്ല. എന്നാലോചിച്ചത് ഈ ദരിദ്ര രാജ്യങ്ങളിലും സോമാലിയ പോലെയുള്ള, ബംഗ്ലാദേശ് പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ മതം ഇങ്ങനെ മാലിന്യത്തിൽ കൊതുകുന്ന പോലെ ഇങ്ങനെ തഴച്ച് വളരുമ്പോൾ വികസ്വര രാജ്യങ്ങളിൽ, ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മതം ഒന്നും ചെയ്യാതെ പറന്നു പോവുകയാണ്. അവിടെ ആരും ഒന്നും ചെയ്തിട്ടല്ല. ആ മനുഷ്യന്റെ നമ്മുടെ സിവിലൈസേഷന്റെ ഒരു അടുത്ത സ്റ്റെപ്പാണത്. അതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. അതാണ് ഓർഗാനിക് എത്തീസം, നൈസർഗികമായിട്ടുള്ള എത്തീസം. പിന്നെ മറ്റൊന്നാണ് ബുക്ക് റവല്യൂഷൻ. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ എത്തീസത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബുക്കുകൾ, നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അൺപാരൽഡ് ഇൻ ദ ഹിസ്റ്ററി എന്ന് പറയാം. അമേരിക്ക ഇംഗ്ലീഷിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കുറഞ്ഞ 150 ടൈറ്റിലുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും വന്നത്? ഒരു ബൂം ഉണ്ടാകുന്നുണ്ട്, ഒരു വസന്തം, ഒരു നാസ്തിക വസന്തം പാശ്ചാത്യ ലോകത്തുണ്ടാകുന്നു. ഈ പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ അതെടുക്കാൻ പ്രസാധകർ വേണം, വായിക്കാൻ വായനക്കാർ വേണം. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ആളുകൾ എഴുതുന്നത്. ഇനി മറ്റൊന്നാണ് ഇന്റർനെറ്റ് എത്തീസം. എത്തീസത്തിന് കഴിഞ്ഞ 10-15 വർഷത്തെ വളർച്ച ഏറ്റവും അധികം സഹായകരമായത് ഇന്റർനെറ്റാണ്. അമേരിക്കയിലേക്ക് അറിയപ്പെടുന്ന ഇന്റർനെറ്റ് ഡിസീസ് എന്നാണ്. കാര്യം പലരും ഒരു ചെറിയൊരു ഇതെടുത്ത് വെച്ചിട്ട്, ഒരു വെബ് ക്യാമറ എടുത്ത് വെച്ചിട്ട് സ്വയം ഷൂട്ട് ചെയ്തങ്ങ് പുറത്തുവിടുക. കമ്മിങ് ഔട്ട്, ഈ ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ അവർ സ്വയം ശപിച്ചുകൊണ്ട്, അതായത് ഈ ഹെറസി എന്ന് പറയും, മതനിന്ദ നടത്തിക്കൊണ്ട് പുറത്തു വരിക. അപ്പോൾ ഇന്റർനെറ്റിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എത്തീസ്റ്റിക് വീഡിയോസ് ആണ്. മത വീഡിയോസ് ആയിരുന്നു, മറ്റേ മത വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇപ്പം നമ്മൾ കാണാൻ കഴിയും, ഒളിച്ചിരിക്കുന്നവരെ ഏറ്റവും നല്ല രംഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റാണ്. അമേരിക്കയിലൊക്കെ മതനേതാക്കൾ ഇതിനെ ഇന്റർനെറ്റ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്.
ഇന്റർനെറ്റിന്റെ പ്രചരണം എത്തീസത്തിന്റെ പ്രചരണത്തെ വൻതോതിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റിലീജിയസ് ഫണ്ടമെന്റലിസം. ഇപ്പോൾ റിച്ചർഡ് ഡോക്കിൻസ് ഒരു മതനിഷേധ പുസ്തകം എഴുതണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. പലപ്പോഴും അദ്ദേഹത്തെ പ്രസാധകർ തടഞ്ഞു. പക്ഷേ വേൾഡ് ട്രേഡ് സെന്ററിലെ അറ്റാക്കിന് ശേഷമാണ് ഈ പുസ്തകം എഴുതിയേ പറ്റുമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ലോകപ്രശസ്തനായിട്ടുള്ള പരിണാമശാസ്ത്രജ്ഞൻ, ഒരുപാട് പേര് അംഗീകരിക്കുന്ന വ്യക്തി, അദ്ദേഹം ആദ്യമായി ഒരു മതത്തിനെതിരെ ഒരു പുസ്തകം എഴുതി വരാൻ കാരണം ഈ ഒരു സംഭവമാണ്, വേൾഡ് ട്രേഡ് സെന്ററിലെ അറ്റാക്ക്. അപ്പൊ ഇങ്ങനെ മത തീവ്രവാദം ശക്തിപ്പെടുന്നത് നിരീശ്വരവാദത്തെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഗൾഫ് രാജ്യങ്ങളിൽ വരെ നമുക്ക് കാണാൻ കഴിയും, വളരെ സീക്രട്ട് ആയിട്ടുള്ള ജനങ്ങളിലെ ഒരു മതനിരാസ പ്രവണത വരുന്നതിന്റെ കാര്യം ഈ ഇത്രയും ബോംബും തീയും കഴുത്തറപ്പും കൈവെട്ടും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ഈ മതം എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായ ഒരു സാധനമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകാനായിട്ട് ഈ മത തീവ്രവാദം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ വർധനവ്, ഹ്യൂമനിസത്തിന്റെ വർധനവ്, അതിൻ്റെയൊക്കെ പുരോഗതി നിരീശ്വരവാദത്തിന്റെ വിജയത്തെ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ വികാസത്തെ സഹായിക്കുന്നുണ്ട്. പിന്നെ ശാസ്ത്രത്തെ പ്രതിരോധിക്കുക, ശാസ്ത്രം പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഇന്നക്കാലത്ത് വളരെ 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 നിർണായകമാണ്. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രത്തിലുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും ആദ്യം ഉപയോഗിക്കുന്നത് മതമാണ്. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ്. They are eating the fruits of science and cutting the roots of science at the same time. അവർക്ക് ശാസ്ത്രത്തിന്റെ എല്ലാ ഉപാധികളും വേണം, പക്ഷെ ശാസ്ത്രത്തെ അപഹസിക്കും. ശാസ്ത്രം അപൂർണമാണ്, ശാസ്ത്രം അതാണ് ഇതാണ്. ഇത് കേട്ടാൽ തോന്നും ഇതെല്ലാം അപ്പുറത്തെ സൈഡിൽ ശരിയാണെന്ന്. പിന്നെ മറ്റൊന്നുള്ളതാണ് ഫ്രം ക്ലോസറ്റ് എത്തീസ്റ്റം ടു ഡേലൈറ്റ്, അതായത് കുളിമുറി നിരീശ്വരവാദത്തിൽ നിന്ന് പകൽ വിളിച്ച നിരീശ്വരവാദത്തിലേക്കുള്ള മാറ്റം. അത് കഴിഞ്ഞ 15-20 വർഷമായിട്ട് നമ്മൾ കാണും. ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റിൽ ടു ടേക്ക് ഓൺ ഇസ്ലാം. പലപ്പോഴും എത്തീസ്റ്റുകൾ എല്ലാ മതങ്ങളെയും എടുക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിനെ നേരിടാനായിട്ടുള്ള ഒരു ശ്രമം കുറവാണ് എന്ന് തന്നെ കരുതണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞ 2011 റിച്ചർഡ് ഡോക്കിൻസ് ന്യൂസിലാൻഡിൽ പോയപ്പോൾ അദ്ദേഹത്തോടൊരു ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യൻ റിലീജിയനെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, മതനിഷേധ പ്രസ്താവനകളൊക്കെ നടത്തുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്കിൻസ് പറയാൻ, ഞാൻ ഇസ്ലാമിനെതിരെ പറയാത്തത് ഭയം കൊണ്ടാണ്. അദ്ദേഹം ചോദ്യം ചോദിച്ചവരെല്ലാം ചിരിച്ച് കൈയടിക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ചിരി നമുക്ക് എന്തോ ഭയം കൊണ്ടൊന്നും പറയാതിരിക്കും, നിങ്ങൾ ഭയങ്കര ഫീലുമല്ല എനിക്ക്, അതല്ല സംഗതി. നിങ്ങളെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയാതിരിക്കുന്നത് നിങ്ങളുള്ള ഭയം കൊണ്ടാണെങ്കിൽ അത് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മോശം പ്രസ്താവനയാണ്. നമ്മൾ ആരൊക്കെയാണ് ഭയക്കുന്നത്? നമ്മൾ വിഷപ്പാമ്പുകളെ ഭയക്കാറുണ്ട്, നമ്മൾ പേപ്പട്ടിയെ ഭയക്കാറുണ്ട്, വന്യമൃഗങ്ങളെ ഭയക്കാറുണ്ട്. ഇവരോടൊന്നും സ്നേഹം ഉണ്ടായിട്ടോ ബഹുമാനം ഉണ്ടായിട്ടല്ല, നമ്മൾ ഒഴിഞ്ഞുമാറി നടക്കുകയാണ്. ഒരിക്കലും ഒരു മതം അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. കാര്യം ഞാൻ നിങ്ങളെക്കെതിരെ ഒന്നും പറയാത്തത് നിങ്ങളോടുള്ള ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇത്രയും വലിയൊരു അപമാനം വേറെ ഉണ്ടോ? അതായിരിക്കാം ഒരു പക്ഷേ കാരണം. അസഹിഷ്ണുത ആ മതത്തിൽ എന്തുകൊണ്ടോ, ഇസ്ലാമും മറ്റു മതങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ കാണുന്നു. ഇനി ഇതാണ് നമ്മൾ പറയുന്നത്, ഐസക് അസീമോവിന്റെ വരികളാണ് ന്യൂ എത്തീസത്തിന്റെ പുതിയ ഒരു പരിപ്രേക്ഷ്യം നൽകുന്നത്. ഐ ആം എൻ എത്തീസ്റ്റ് ഔട്ട് ആൻഡ് ഔട്ട്, ഹി സേസ്. ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാൻ പൂർണ്ണമായൊരു നിരീശ്വരവാദിയാണ്. പണ്ട് ഞാനൊരു സ്കെപ്റ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു, അഗ്നോസ്റ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ സ്വീകാര്യനായിട്ട് ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇതെല്ലാം ആണെങ്കിലും ഞാനൊരു നിരീശ്വരവാദിയാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് തുറന്നു പറഞ്ഞുകൂടാ? ഈ അസീമോവിന്റെ വരികളാണ് ന്യൂ എത്തീസത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഔട്ട് ക്യാമ്പയിൻ, റീച്ച് ഔട്ട്, സ്പീക്ക് ഔട്ട്, കീപ്പ് ഔട്ട് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്. റീച്ച് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകന്മാരുമായിട്ട്, നമ്മളെ കണക്ക് ചിന്തിക്കുന്നവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. സ്പീക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസങ്ങൾ തുറന്നടിച്ച് പുറത്ത് പറയുക. കീപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക. സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദിയാണ് എന്ന് കാണത്തക്ക രീതിയിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുക, അതിന് നിൽക്കുക. അങ്ങനെ അതിനാണ് പല ഈ എ എന്ന് പറയുന്ന ലെറ്ററുകളും ടീഷർട്ടുകളും തൊപ്പികളും ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താ കുഴപ്പം? അപ്പോൾ ഒരു മതവിശ്വാസി അവൻ്റെ മതം ഏതെല്ലാം രീതിയിൽ പ്രചരിപ്പിക്കാനും അവൻ അഭിമാനിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് കുറച്ചുകൂടി ഉയർന്ന ഒരു ചിന്താധാര നിങ്ങൾക്ക് പ്രകടിപ്പിച്ചുകൂടാ എന്നുള്ള ചോദ്യം. ഇതാണ് ഔട്ട് ക്യാമ്പയിൻ്റെ പരസ്യമാണ് അമേരിക്കയിൽ. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ? ടീഷർട്ടുകൾ, ഗോഡ് വിത്തൗട്ട് ഗോഡ്, ഇത്തരം വസ്തുക്കളുടെ വിതരണവും വിൽപ്പനയും ഇതൊക്കെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇപ്പോൾ ഡോക്കിൻസിൻ്റെ തന്നെ RDF ഫൗണ്ടേഷൻ, ദ ബ്രൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് അതിനകത്ത് അംഗങ്ങളാണ്.
പോൾ ജിസേർട്ട് ആൻഡ് മെഗ്ന ഫ്യൂട്രൽ എന്ന് പറയുന്ന രണ്ട് ഒരു കോളേജ് അധ്യാപകരായിരുന്നു. അവരാണ് ഇത് ഉണ്ടാക്കിയത്. പ്രകൃതി ശാസ്ത്രപരമായിട്ടുള്ള ജീവിത വീക്ഷണം, അതാണ് പ്രധാനമായിട്ട് ശാസ്ത്രവീക്ഷണം. ബ്രൈറ്റ്സ് എന്നാണ് അമേരിക്കയിലെ നിരീശ്വരവാദികളെ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയ്സ് എന്ന സ്വർഗരധികാരെ ഗെയ്സ് എന്നുള്ള പേര് അവർ തന്നെ സ്വീകരിച്ചു. ഇപ്പോൾ നിരീശ്വരവാദി നിങ്ങൾക്ക് പേര് പറയാൻ താല്പര്യമില്ല, നിങ്ങൾ പറയാം ബ്രൈറ്റ്, ആ പോകുന്നൊരു ബ്രൈറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ബ്രൈറ്റുകളുടെ തിയറിയിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. ബ്രൈറ്റുകളും മന്ദന്മാരുമാണോ? അല്ലല്ല, സൂപ്പർ എന്നാണ് പറയുന്നത്. മതവിശ്വാസികളെ സൂപ്പർ എന്നും മതവിശ്വാസം ഇല്ലാത്തവരെ ബ്രൈറ്റുകൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല പേരല്ലേ, പക്ഷെ തെറ്റിദ്ധരിക്കണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റീഷ്യസ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ്. ഇനി ഒരു പുതിയൊരു തരം എത്തീസാണ് അപ്പത്തീസ്. നമ്മുടെ ഗാരി കാസ്പ്രോവിനെ പോലെയൊക്കെയുള്ള എത്തീസ്. ഇവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം മതം എന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കേണ്ടയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ദൈവം ഉണ്ടോ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആസ് നൈദർ മീനിങ്ഫുൾ നോർ റെലവന്റ് ടു ഹ്യൂമൻ ബീങ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട പോലും കാര്യമില്ല എന്ന് പറയുന്ന എത്തീസ്റ്റുകൾ ആണ് ആപതി, നിർവികാരത പ്ലസ് എത്തീസം, അപ്പത്തീസ്റ്റ്. കാസ്പ്രോവിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ. ഇത് ഗോഡ്ലെസ് അമേരിക്കൻ മാർച്ച് 2002 നടന്നത്. 2000 പേരാണ് ഇതിൽ പങ്കെടുത്തത്. അമേരിക്ക ഞെട്ടിപ്പോയി ഈ മാർച്ച് കണ്ട്. ഈ മാർച്ചിൽ പ്രസംഗിക്കുന്നു, അതിനകത്ത് കൂടിയിരുന്ന ആളുകളാണ് കാണിക്കുന്നത്. അമേരിക്കയിലെ അൺഹേർഡ് ആയിട്ടുള്ള കാര്യമാണിത്. മിസ്റ്റർ എലൻ ജോൺസൺ, അതിനകത്ത് വിമൻസ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു വളരെ കൂടുതൽ. അതിനകത്ത് പങ്കെടുത്ത ഒരാളുടെ കാറ് നോക്കുക, 4ാമത്തെ ചിത്രം നോക്കുക. ആ കാറിനകത്ത് അയാൾ നമ്പർ പ്ലേറ്റിനകത്ത് എത്തീസ്റ്റ് എന്നടിച്ചിരിക്കുന്നുണ്ടോ? അവിടെ വന്ന ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകളാണ്. അവർ എത്തീസ്റ്റ് കോൺഫറൻസിന് അവർ എതിർ മുദ്രാവാക്യങ്ങളുമായിട്ട് അവർ വന്നിരിക്കുകയാണ്. അമേരിക്കയിൽ ഒരു പാലത്തിന്റെ മേളിൽ ഒരു ബോർഡ് എഴുതിയിരിക്കുക, ഓൾ റിലീജിയൻസ് ആർ ഫെയറി ടെയിൽസ്. എല്ലാ മതവും കെട്ടുകഥകളാണ്. അത് കണക്ക് തന്നെ ഇതൊരു പരസ്യമുഖം കൊടുക്കുകയാണ്. ഇതൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യം. സിലിക്കൺ വാലിയിലെ എത്തീസ്റ്റുകളുടെ പ്രകടനം അമേരിക്കയിലെ ബാറുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നോക്കുക, ഡോണ്ട് ബിലീവ് ഇൻ എ ഗോഡ്, വി ഡോണ്ട് എയ്ത, ഡോണ്ട് വറി. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലയോ? പേടിക്കണ്ട, ഞങ്ങളും വിശ്വസിക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. അതൊക്കെ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ പരസ്യമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ചുള്ള പരസ്യമാണ് മേളിൽ കാണുന്നത്. അത് ഒരാൾ സ്പാനറുമായിട്ട് എടുത്തേക്കുക, ക്രിസ്മസിന് വീട്ടിൽ ഇരുന്ന് ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാതെ പോയി പണിയെടുക്കുക എന്നാണ് ആ പരസ്യത്തിൽ എത്തീസ്റ്റുകൾ ആവശ്യം. എത്തീസ്റ്റ് ക്രിസ്മസ്. ഇനി ബസ്സിലുള്ള പരസ്യങ്ങൾ, ബസ്സിൽ കണ്ടില്ലേ, വൈ ബിലീവ് ഇൻ ഗോഡ്. ഇത് ശരിക്കും ബസ് പരസ്യങ്ങൾ തുടങ്ങിയത് ഏരിയൻ ഷെറീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുണ്ട്, 30 വയസ്സ്. അവരാണ് ശരിക്കും ഒരു പാഴ്സി യുവതിയാണ്. ബ്രിട്ടനിലാണ് ഡോക്കിൻസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി, ബ്രിട്ടീഷ് ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ്റെ സഹായത്തോടുകൂടി അവരാണ് തുടങ്ങി വെച്ചത്. അവരാദ്യം 200 ബസ്സിലായിരുന്നു, വളരെ കുറച്ച് ബസ്സിലായിരുന്നു ആദ്യം തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് വന്ന ഫണ്ട്, ഇന്റർനെറ്റിലൂടെ വന്ന ഫണ്ടിന്റെ ആധിക്യം കണ്ട് 800 ബസ്സുകളിൽ തന്നെ ഇംഗ്ലണ്ടിൽ മാത്രം തുടങ്ങി. പിന്നീട് യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളിലും വാടകയ്ക്കെടുത്ത് ഇങ്ങനെ പരസ്യം. ഇത് വരാൻ കാര്യം, സാധാരണ ഇതിൽ നമ്മളിങ്ങനെ ഭിത്തികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, യേശു വരും, അവൻ നിങ്ങൾക്ക് തരും എന്നൊക്കെ രീതിയിൽ എഴുതി വെക്കണം, മതങ്ങളുടെ പരസ്യങ്ങൾ. ഇതിൽ പലതും നീ അവിശ്വാസിയാണെങ്കിൽ നീ നരകത്തിൽ കിടന്ന് പൊരിയും എന്നൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും കണ്ടിട്ട് ഇന്നേ വരെ ഒരു നിരീശ്വരവാദി എതിർ പരസ്യത്തിനായിട്ട് പോയിട്ടില്ല. എഴുതിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് പറയും. നിരീശ്വരവാദികളെ ശപിക്കാത്ത അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താത്ത ഒരൊറ്റ മത റാലിയോ പൊതുസമ്മേളനമോ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പക്ഷെ ഇതിനൊന്നും ഒരിക്കലും നിരീശ്വരവാദികൾ പ്രതികരിക്കാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് യൂറോപ്പിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് പ്രതികരണം വരികയാണ് ഇത് കണക്കുള്ള പരസ്യങ്ങൾ. എന്തുകൊണ്ടാണ് പ്രതികരിച്ചത്? അങ്ങനെയാണ് ഈ ഇത്തരം പരസ്യങ്ങൾ, ഈ ബസ് പരസ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് കത്തോലിക് സിറ്റാഡലായിട്ടുള്ള സ്പെയിനാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഈ അടുത്തിടെ വന്നൊരു കണക്കനുസരിച്ച് സ്പെയിനിൽ 25% ആൾക്കാർ അവിശ്വാസികളാണെന്നാണ്. സ്പെയിനൊക്കെ അങ്ങേയറ്റം കത്തോലിക്കായിട്ടുള്ള ഒരു രാജ്യമാണ്. സ്പെയിനൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സ്പെയിനിലെ ബസ്സുകളിലെ പരസ്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്, പ്രോബബ്ലി നോ ഗോഡ് എക്സിസ്റ്റ്. അങ്ങനെ പറയാനുള്ളൂ, പ്രോബബ്ലിനെ പറയാനുള്ളൂ, അല്ല ഗോഡ് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മുടെ തെളിവൊന്നുമില്ല. ഗോഡ് ഇല്ലെന്നോ കാക്രികൂപ്പറി ഇല്ലെന്നോ ചാത്തനില്ലെന്നോ ഷിബു ഇല്ലെന്നോ ഒന്നും പറയാനായിട്ട് തെളിവുകളില്ല. തെളിവായിട്ട് എന്താ കൊടുക്കുക? നാണയങ്ങളോ ഫോട്ടോസ്റ്റാറ്റോ പരീക്ഷണങ്ങളോ ഒന്നും നടത്താൻ പറ്റില്ല. ഇല്ലാത്ത കാര്യത്തിന് തെളിവ് കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. ഉള്ള കാര്യത്തിന് തെളിവ് ഉണ്ടാവും, ഇല്ലാത്ത കാര്യത്തിന് തെളിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബബിളി എന്നുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നീഷേസ്ലാൻഡ് ജർമ്മനിയിലെ ബസ്സുകളിലെ പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ എത്തീസ്റ്റ് പരസ്യങ്ങളുമായി ജർമ്മൻ തെരുവീതികളിലൂടെ ബസ്സുകൾ ഓടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രശാന്ത്, തത്തമംഗലത്തുകാരനാണ്. അദ്ദേഹം തൻ്റെ കാറിൽ, ഒരു മാരുതി സ്വിഫ്റ്റ് കാറിനകത്ത് കണ്ടോ
there is probably no God, and now stop worrying and enjoy your life. ദൈവം